ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് എയർ ഫ്രയറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അൺബോക്സിംഗ് ഒന്നുമല്ല. അപ്പം ഞാനിത് യൂസ് ആക്കിയിട്ടുള്ള അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എയർ ഫ്രയറിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത്. ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് MIൻ്റെ എയർ ഫ്രയറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എയർ ഫ്രയർ വരുന്നത്. നല്ല വൈറ്റ് കളറായിട്ടുള്ള എയർ ഫ്രയറാണ് കേട്ടോ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബാസ്ക്കറ്റിനുള്ളിലായിട്ട് ഗ്രില്ല് വരുന്നുണ്ട്. ഗ്രില്ലും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലേറ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈയും പ്ലേറ്റും ഉണ്ട്. ഗ്രില്ല്, നമുക്കിത് ഗ്രില്ല് വേണമെങ്കിൽ ഗ്രില്ലായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലേറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് വരുന്നത് സിലിക്കൺ റബ്ബറിൻ്റെ കോട്ടാണ് ഈ പ്ലേറ്റ് വരുന്നത്. പിന്നെ ഈ ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള സിലിക്കൺ റബ്ബറാണ് ഇതിൻ്റെ പ്ലേറ്റ് വരുന്നത്. പിന്നെ പവർ ബട്ടൺ ഇവിടെയായിട്ട് വരുന്നുണ്ട്. പിന്നെ MIൻ്റെ ലോഗോ ഉണ്ട് കേട്ടോ മേലെയായിട്ട്. ഇനി ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ബ്ലാക്ക് കളർ കാണുന്നത് ഡിസ്പ്ലേ സ്ക്രീനാണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ കാണുന്നില്ലേ. അപ്പം നമുക്കിത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസിനുണ്ട്, ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ്, സ്റ്റീക്ക്, ഷ്രിമ്പ്, അങ്ങനെ നമുക്കെല്ലാം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസിൻ്റെ എല്ലാം ടെമ്പറേച്ചറും കുക്കിംഗ് ടൈമും എല്ലാം കേക്കിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും പറ്റും. ഇതൊന്ന് ബാക്കോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി ഹാഫ് ആണോ ഫുള്ളാണോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഫുള്ള് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ 15 മിനിറ്റാണ് കുക്കിംഗ് ടൈം കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 15 മിനിറ്റിലും കൂടുതലാണെങ്കിൽ അതിങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കുറവാണെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ എയർ ഫ്രയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ നെറ്റ് പോലത്തെ കാണുന്നില്ലേ, അതിൻ്റെ എയർ ഔട്ട്ലെറ്റാണ്. ഇതുവഴിയാണ് ഇതിൻ്റെ എയർ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഈ എയർ ഫ്രയറിൽ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഫോണിൽ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാലും നമുക്ക് ഫോണിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. കുക്കിംഗ് ടൈം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നത്. പിന്നെ ഇത് വൈഫൈ ആയിട്ട് കണക്റ്റ് ആകണം കേട്ടോ, എന്നാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. MI ഹോം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഞാനിപ്പം ഷെമീസ് എയർ ഫ്രയർ എന്നാണ് ഇതിൽ പേര് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തും പേര് കൊടുക്കാം. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിലിങ്ങനെ എല്ലാ സെറ്റിങ്സും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിൽ കൂടുതലായിട്ടുള്ള റെസിപ്പീസും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഉണ്ട്. ടെമ്പറേച്ചറും കുക്കിംഗ് ടൈമും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള അതില്ല, അതാണ് ഇത്. അപ്പം ഇത് 155 ഡിഗ്രിയിൽ 2 മിനിറ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. പിന്നെ കുറേ ഫുഡിൻ്റെ റെസിപ്പീസ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യാം. അതിലെ ടെമ്പറേച്ചറിൻ്റെയും കുക്കിംഗ് ടൈമും എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്കിത് പിസ്സ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കുക്കിംഗ് ടൈമും അതിൻ്റെ ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്മോക്ക്ഡ് സാൽമണിൻ്റെ നോക്കാം, നമുക്ക് ആ ഒരു ഫിഷിൻ്റെ നോക്കാം. അതും ഇതിൽ കാണിക്കുന്നുണ്ട്. എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. ബ്രൗണി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ പ്രിപ്പയറിങ് ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടിപ്സ്, പ്രൊസീജിയർ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കുക്കിംഗ് ടൈമും ടെമ്പറേച്ചറും എല്ലാം ഉണ്ട്. പിന്നെ അതിൽ കസ്റ്റം റെസിപ്പീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് അതിൽ നമുക്ക് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ടെമ്പറേച്ചറും ഇതും വരും. പക്ഷെ എല്ലാത്തിൻ്റെ ഒന്നും വരുമല്ലോ കേട്ടോ. ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിലതിൻ്റെ ഒന്നും വരുള്ളൂ. ഞാൻ ഇങ്ങനെ കുറേ നമ്മുടെ നാടൻ ഫുഡിൻ്റെ സെർച്ച് ചെയ്ത് നോക്കും, അതൊന്നും കിട്ടിയിട്ടില്ല. നമുക്കൊന്ന് അൽഫാം ചിക്കൻ്റെ ഒന്ന് നോക്കി നോക്കാം. ഞാൻ ഈ എയർ ഫ്രയറിൽ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു കേക്ക്, ഒരു പുഡിങ്, ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ ടൈമിങ്ങും ഒന്നും എനിക്ക് അറിയില്ലാത്ത ആ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. മേൽഭാഗം കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് മുട്ടയും പിന്നെ കൊക്കോ പൗഡറെല്ലാം യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ.
പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അത് എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ എയർ ഫ്രയർ ഉണ്ടാക്കാന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്കത് എയർ ഫ്രയർ ഓൺ ചെയ്ത് നോക്കാം. ഇതാ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും ഫ്രഞ്ച് ഫ്രൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലും കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യാം. ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുമ്പം ഇതേപോലത്തെ ഒരു സ്പേസ് ഒന്നും ഉണ്ടെങ്കിൽ നമുക്കിത് ഓണായിട്ട് കിട്ടൂല കേട്ടോ. നല്ല ടൈറ്റായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യണം, എന്നാലും അന്ന് എയർ ഫ്രയർ ഓൺ ആവുള്ളൂ. ഇതേപോലെ ഇങ്ങനെ ലെവലായിട്ട് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ എയർ ഫ്രയർ ഓണായി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറച്ച് മുമ്പായിട്ട് ഞാൻ എയർ ഫ്രയറിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഐക്കൺ എയർ ഫ്രയർ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാനിപ്പം നാട്ടിൽ പോകുന്ന ടൈമിൽ അത് ഒഴിവാക്കിയതാണ് കേട്ടോ. അല്ലാതെ ഇപ്പോഴും അത് വർക്കാവുന്നുണ്ട്. ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഷെയ്ക്ക് ദ ഫുഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് എടുത്തിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഓൺ ആവും. പിന്നെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ കാണിക്കണ്ട. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ടെമ്പറേച്ചറിലും ടൈമിലും തന്നെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ക്രിസ്പിൻ്റെ സൗണ്ടില്ലേ, അത് കേൾക്കുന്നില്ല നിങ്ങൾ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടെടുക്കാം. പിന്നെ ബട്ടർ ഗാർലിക് പൊട്ടാറ്റോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേങ്കിൽ പാളിപ്പോയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. കരിഞ്ഞ ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് മഗ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ റെസിപ്പീസും ഒരേ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. കുറേ വീഡിയോ ഇങ്ങനെ ലെങ്തായിട്ട് കാണുമ്പോൾ. അപ്പം ഇൻഷാ അല്ലാ കൂടുതൽ വീഡിയോസ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെച്ചോട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുട്ടിയൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കേക്കിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ചെറിയ മീൻ നെത്തോലിയില്ലേ, അത് ഞാൻ എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കോൺഫ്ലവർ എല്ലാം ഇട്ടിട്ട് നല്ലൊരു മസാല ആക്കിയിട്ടാണ് കേട്ടോ. ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു മസാലയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഒരു നമ്മുടെ എണ്ണയിൽ പൊരിച്ച ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അൽഫാമിൻ്റെ വീഡിയോ, അതേപോലെ തന്നെ നാടൻ സ്റ്റൈലുള്ള ഫിഷ് ഫ്രൈൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അൽഫാമിൻ്റെയും ഫിഷ് ഫ്രൈൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല ചീസി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം ടെമ്പറേച്ചറും കുക്കിംഗ് ടൈമെല്ലാം സെറ്റാണെങ്കിൽ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ പപ്പടം ഞാനൊന്ന് ആക്കി നോക്കിയിട്ടുണ്ടേനു. അപ്പം നമ്മൾ എണ്ണയിൽ പൊരിച്ചതുപോലെ നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടേസ്റ്റെല്ലാം ആ ഒരു പപ്പടത്തിന് ഉണ്ടേനെ കേട്ടോ. പിന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാത്തവർക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഗ്രില്ല് വെച്ചിട്ടും ചിക്കൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയപ്പോഴൊക്കെ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഹാർഡൊന്നും ആയിപ്പോയിട്ടില്ല കേട്ടോ. ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്പം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.